ലോകത്തിലെ ഏറ്റവും ശക്തരായ കുറച്ചാൾക്കാരെ ഒരൊറ്റയാൾ, അതും ഒരു ഡിജിറ്റൽ ലോകത്തിരുന്ന് വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഒരാളുടെ കഥ കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? അപ്പോൾ നമുക്ക് നേരെ ആ കഥയിലേക്ക് കിടക്കാം. ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തെ രഹസ്യമായി നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ വിശ്വാസം. പക്ഷേ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരാൾ അവരെ ചോദ്യം ചെയ്യുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതെ, അങ്ങനെ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. രഹസ്യങ്ങളുടെയും അഴിമതിയുടെയും ഒരു ലോകത്തേക്കുള്ള താക്കോൽ കയ്യിൽ കിട്ടിയ സിദ്ധാർത്ഥ് എന്ന ഒരു ചെറുപ്പക്കാരന്റെ യാത്രയാണിത്. നമുക്ക് അവനോടൊപ്പം കൂടാം. സിദ്ധാർത്ഥിന്റെ കഥ തുടങ്ങുന്നത് തന്നെ ഒരു നിഗൂഢമായ പെട്ടിയിൽ നിന്നാണ്. ആരാ കൊടുത്തതെന്നറിയാമോ? 5 വർഷം മുൻപ് മരിച്ചുപോയെന്നെല്ലാവരും കരുതിയ അവന്റെ സ്വന്തം മുത്തച്ഛൻ. ആ പെട്ടി തുറക്കുന്നതോടെ സിദ്ധാർത്ഥിന്റെ സാധാരണ ജീവിതം എന്നേക്കുമായി മാറിമറിയുകയായിരുന്നു. മുത്തച്ഛൻ കൊടുത്ത ആ പെട്ടി തുറക്കാൻ അവൻ തീരുമാനിച്ച ഒരൊക്കെ നിമിഷം സിദ്ധാർത്ഥ് കാലെടുത്ത് വെച്ചത് ആരും അറിയാത്ത ഒരു രഹസ്യലോകത്തേക്കായിരുന്നു. അവൻ പുതിയ വാച്ചറായി മാറുകയാണ്. അതായത് ലോകസംഭവങ്ങൾ നിരീക്ഷിക്കുക മാത്രം ചെയ്യുന്ന, ഒന്നിലും ഇടപെടാത്ത ഒരാൾ. അവന്റെ വീടിന്റെ അടിയിൽ തന്നെയുള്ള ഒരു സീക്രട്ട് കൺട്രോൾ റൂം. അവിടെ വെച്ചാണ് അവൻ ആ ഞെട്ടിക്കുന്ന സത്യം കാണുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാർ, നമ്മളൊക്കെ മനുഷ്യസ്നേഹികളായി കാണുന്നവർ, സ്വകാര്യ ദ്വീപുകളിൽ വിനോദത്തിനു വേണ്ടി ക്രൂരമായ ഹ്യൂമൻ ഗെയിംസ് കളിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അവരൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യത്വമില്ലാത്ത രാക്ഷസന്മാരായിരുന്നു. ഈ കണ്ടതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് വെറുതെയിരിക്കാൻ സിദ്ധാർത്ഥിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അവൻ തന്റെ ആദ്യത്തെ വലിയ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. അവൻ നേരെ ലക്ഷ്യം വെച്ചത് ആരെയാണെന്നോ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഭീമനെ, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനെ. മനുഷ്യരാശിയുടെ ഭാവിയെ സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ നോക്കിയ ആ മനുഷ്യനെ അവൻ നേരിടാൻ തീരുമാനിച്ചു. അങ്ങനെ ആ കോടീശ്വരന്റെ ടെക്സസിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അവൻ നുഴഞ്ഞുകയറി. അവിടെ അവൻ കണ്ട കാഴ്ചകൾ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. മനുഷ്യരാശിയെ സഹായിക്കാനല്ല, അടിമകളാക്കാനുള്ള പദ്ധതികളായിരുന്നു അവിടെ നടന്നിരുന്നത്. ആളുകളുടെ മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള ന്യൂറാലിങ്ക് ചിപ്പുകൾ, ലോകം മുഴുവൻ നിരീക്ഷിക്കാൻ ഒരു മൊബൈൽ നെറ്റ്വർക്ക്, പിന്നെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് ഒരു മൈൻഡ് കൺട്രോൾ സിഗ്നൽ അയക്കാനുള്ള പദ്ധതി വരെ. ഇവർ തമ്മിലുള്ള ഡിജിറ്റൽ പോരാട്ടത്തിനിടയിൽ ആ ടെക് ഭീമൻ തന്നെ തന്റെ ലക്ഷ്യം തുറന്നു പറയുന്നുണ്ട്. കേട്ടുനോക്കൂ, ഞാൻ പുതിയൊരു ലോകമുണ്ടാക്കുകയാണ്. അവിടെ മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയില്ല, അവർ പ്രവർത്തിക്കുക മാത്രമേയുള്ളൂ. ഓർത്തുനോക്കൂ, എത്ര ഭയാനകമായൊരു ലക്ഷ്യമാണത്. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ ലോഞ്ച് പാഡിൽ കുറേ ശാസ്ത്രജ്ഞന്മാരെ മനുഷ്യകവചമായി നിർത്തിയിരിക്കുകയായിരുന്നു. വേറെ വഴിയില്ലാതെ സിദ്ധാർത്ഥ് തന്റെ അവസാനത്തെ ആയുധം പ്രയോഗിച്ചു, മുത്തച്ഛൻ നൽകിയ സീറോ പ്രോട്ടോക്കോൾ. അതിന്റെ ഫലം എന്തായിരുന്നു എന്നറിയാമോ? ലോകം മുഴുവനുള്ള സ്റ്റാർലിങ്ക് നെറ്റ്വർക്ക് അവൻ ഒറ്റയടിക്ക് ഷട്ട് ഡൗൺ ചെയ്തു. ലോകം മുഴുവൻ ഒരു ഇന്റർനെറ്റ് ബ്ലാക്കൌട്ടിലേക്ക് വീണു. ആ മൈൻഡ് കൺട്രോൾ പദ്ധതി അവൻ തകർത്തു. പക്ഷേ ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അവൻ ലോകത്തിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായി മാറി. അങ്ങനെ കഥ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. നിഴലുകളിലെ പ്രതിരോധം. സൈലന്റ് എൻഫോഴ്സേഴ്സ് എന്ന പേരുള്ള ഒരു എലീറ്റ് കൊലയാളി സംഘം സിദ്ധാർത്ഥിനെ വേട്ടയാടാൻ തുടങ്ങി. എന്നാൽ ഈ ഓട്ടത്തിനിടയിൽ അവന് മുത്തച്ഛന്റെ ഒരു രഹസ്യ സന്ദേശം കിട്ടുന്നു. അതവനെ കൊണ്ടെത്തിച്ചത് ഒരു പഴയ കിണറിന്റെ അടുത്തേക്കാണ്. ആ കിണറ് വെറുമൊരു കിണറായിരുന്നില്ല, അതൊരു സീക്രട്ട് എലിവേറ്ററായിരുന്നു. അതവനെ കൊണ്ടുപോയത് ഒരു രഹസ്യ ഭൂഗർഭ താവളത്തിലേക്കും. അവിടെ അവൻ ആരെയാണ് കണ്ടതെന്നോ? മരിച്ചുപോയെന്ന് കരുതിയ അവന്റെ മുത്തച്ഛനെ, ജീവനോടെ. ശരിക്കും കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇതാണ്. കാരണം നമ്മൾ ഇതുവരെ കണ്ടതും കേട്ടതും ഒന്നുമല്ല യഥാർത്ഥ സത്യമെന്ന് അവൻ അവിടെ വെച്ച് മനസ്സിലാക്കുന്നു. അവിടെ വെച്ചാണ് മുത്തച്ഛൻ ആ വലിയ രഹസ്യം പറയുന്നത്. യഥാർത്ഥ പോരാട്ടം നടക്കുന്നത് ഇലുമിനാറ്റിക്കുള്ളിൽ തന്നെയാണ്. ഒരു വശത്ത് സമ്പൂർണ്ണ അധികാരം ആഗ്രഹിക്കുന്ന അഴിമതിക്കാർ, മറുവശത്ത് ലോകത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇലുമിനാറ്റി ഒന്നല്ല, 2 ആ ഒരൊറ്റ വാചകം മതിയായിരുന്നു സിദ്ധാർത്ഥിന്റെ ലോകം തലകീഴായി മറിയാൻ. അപ്പോ അടുത്ത ഘട്ടം, ഷാഡോ എക്സിന്റെ ജനനം. ഈ യുദ്ധം ജയിക്കണമെങ്കിൽ സിദ്ധാർത്ഥ് എന്ന ആ പഴയ ആൾക്ക് പറ്റില്ല. അവൻ മരിച്ചു മറ്റൊരാളായി മാറണം. അതിനായി അവർ ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ചു. അവന്റെ കഴുത്തിൽ ഒരു പുതിയ ചിപ്പ് വെച്ചു. അതോടെ അവന്റെ ബയോസിഗ്നലുകൾ മാറി. ഒരു ക്യാമറയ്ക്കും അവനെ കണ്ടെത്താൻ പറ്റാതായി. പോരാത്തതിന് ലോകത്തെ വെറും ഡേറ്റയായി കാണാൻ കഴിയുന്ന ഒരു കഴിവുകൂടി ആ ചിപ്പ് അവന് കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ, ഒരു സാധാരണ ഹാക്കറിൽ നിന്ന് അവൻ ഡിജിറ്റൽ ലോകത്തെ ഒരു അദൃശ്യനായ പോരാളിയായി മാറി. അങ്ങനെ അവൻ തന്റെ പഴയ പേരും ജീവിതവുമെല്ലാം ഉപേക്ഷിച്ചു. അവൻ ഇനി സിദ്ധാർത്ഥല്ല, അവൻ ഷാഡോ എക്സ് ആണ്, നിഴലുകളിൽ നിന്ന് പോരാടുന്ന ഒരു പുതിയ പോരാളി. ആ പുതിയ കഴിവുകളും ലക്ഷ്യബോധവുമായി അവൻ പറഞ്ഞു, ഇനി കളി തുടങ്ങാം. അതെ, ആ അഴിമതി നിറഞ്ഞ ലോകത്തിനെതിരായ പോരാട്ടത്തിന്
അവൻ പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു യുദ്ധം തുടങ്ങുകയാണ്. ഷാഡോ എക്സായി മാറിയതിനു ശേഷമുള്ള അവന്റെ ആദ്യത്തെ നീക്കം തന്നെ ലോകത്തെ ഞെട്ടിച്ചു. എന്താ ചെയ്തതെന്നോ? തട്ടിക്കൊണ്ടുപോയ അവന്റെ പ്രൊഫസറെ രക്ഷിക്കുന്ന ദൃശ്യങ്ങള് ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളിലും അവൻ ലൈവായി കാണിച്ചു. ആ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ അവൻ 2 കാര്യങ്ങൾ ചെയ്തു. 1, തന്റെ സുഹൃത്തിനെ രക്ഷിച്ചു. 2, മറ്റൊരു കോടീശ്വരന്റെ മുഖമൂടി വലിച്ചുകീറി ലോകത്തിനു മുന്നിൽ ഒരു യുദ്ധം പ്രഖ്യാപിച്ചു. പക്ഷേ അവന്റെ ഈ പോരാട്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. വാച്ചേഴ്സിലെ പഴയ ആൾക്കാർ, അതായത് സന്തുലിതാവസ്ഥ മാത്രം ആഗ്രഹിച്ചവർ, അവനെ കൈവിട്ടു. പോകുന്നതിനു മുൻപ് അവനൊരു മുന്നറിയിപ്പ് നൽകി. നീ ഒരു യുദ്ധത്തിനാണ് തുടക്കമിട്ടത്. ഇനി നിനക്ക് ഒളിക്കാൻ ഒരിടവുമില്ല. ആ വാക്കുകൾ ശരിക്കും ഭയപ്പെടുത്തുന്നതായിരുന്നു. അങ്ങനെ അവൻ ശരിക്കും ഒറ്റപ്പെട്ടു. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാർ, മറുവശത്ത് അവനെ കൈവിട്ട വാച്ചേഴ്സ്. ഈ ഡിജിറ്റൽ ലോകത്തെ നിഴലുകളിൽ ഒളിച്ചിരിക്കുന്ന ഈ ഒരാൾക്ക് ഈ ലോകത്തെന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ? യന്ത്രത്തിനുള്ളിലെ ഒരു പ്രേതമായി മാറിയ അവൻ ഒരേ സമയം 2 വമ്പൻ ശത്രുക്കൾക്കെതിരെയാണിപ്പോൾ പോരാടുന്നത്.